ഹലോ, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് എന്ന് പറയണത് നമ്മൾ ഇന്ന് വൈകുന്നേരം, അതായത് വൃശ്ചിക മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അഹമ്മദാബാദിൽ ആദ്യമായിട്ടൊരു ഫംഗ്ഷന് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അയ്യപ്പൻ പാട്ടുണ്ടായിരുന്നു, അപ്പോൾ അയ്യപ്പ ഭജന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിരിക്കുകയായിരുന്നു. ഇത് അവിടുത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് എനർജി, നല്ലൊരു പോസിറ്റീവ് ഫീൽ എന്നൊക്കെ പറയാം കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് പിന്നെ അജുവേട്ടൻ പോർട്രേറ്റിൽ എടുത്തതുകൊണ്ടാണ്, ആളാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഫോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ അത് പോർട്രേറ്റിലായതുകൊണ്ടാട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്. അപ്പോൾ എന്തായാലും ശരി, നല്ല അടിപൊളിയായിട്ടുണ്ട് സംഭവം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഭജന തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 7 o'clock ആയിട്ടുണ്ടാവും ഭജന സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാ പാട്ടുകളും നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കില്ല, കാരണം നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയ സോങ്സൊക്കെ ആയിരുന്നു കേട്ടോ. എന്താ പറയുക, ഇവിടുത്തെ പ്രൊഫഷണലായിട്ടുള്ള, അതായത് പ്രൊഫഷണൽ എന്ന് വെച്ചാൽ അങ്ങനത്തെ പ്രൊഫഷണൽസ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ജനിച്ചു വളർന്നിട്ടുള്ള കുറച്ച് ആൾക്കാർ കൂടെ ചേർന്നിട്ടുള്ള, നന്നായി പാട്ട് പാടുന്ന ആൾക്കാരെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ട്രൂപ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗാനമേള വളരെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല നല്ല പാട്ടുകളൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാ പാട്ടും നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, മൂവി സോങ്സ് ഒന്നും അല്ല, പക്ഷെ ഉണ്ട്, മൂവി സോങ്സും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ നമ്മുടെ ചാനലിനെ അത് ബാധിക്കും എന്നറിയാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. അപ്പം നമ്മളിവിടെ ഭജനയൊക്കെ നടക്കുന്ന, അത്യാവശ്യം ആൾക്കാരും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഒരു സൈഡിൽ ഭജന നടക്കുന്ന സമയത്ത് അപ്പുറത്തെ സൈഡിൽ ദൈവത്തിൻ്റെ, ആദ്യം ഗണേശൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, ഗണപതിയുടെ, പിന്നെ അത് കഴിഞ്ഞിട്ട് സരസ്വതി ദേവിയുടെ, അത് കഴിഞ്ഞിട്ട് അയ്യപ്പൻ, പിന്നെ കൃഷ്ണൻ, അങ്ങനെയാണ് ഫോട്ടോ വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അതിലെല്ലാം ഒരു തിരുമേനി ഇരുന്ന് പൂജ ചെയ്യുന്നുണ്ട്. ഒരുപാട് നാമങ്ങളൊക്കെ ചൊല്ലി കുറേ സമയത്ത് എടുത്തിട്ടാട്ടോ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അജുവേട്ടൻ എന്തായാലും ഭജന സെറ്റിൻ്റെ കൂടെ പോയി ഇരുന്നിട്ടുണ്ട്. ആളും അത്യാവശ്യം പാടുന്ന ആളായതുകൊണ്ട് ആളും ഭജന ടീമിൻ്റെ കൂടെ പോയിരുന്നു. അത്യാവശ്യം അവരുടെ കൂടെ ഇരുന്ന് പാടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സെപ്പറേറ്റ് സിംഗിൾ പാട്ടൊന്നും പാടിയിട്ടില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ആൾ ആ ടീമിൽ പെടുന്നതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ പാട്ടൊന്നും അങ്ങനെ സെപ്പറേറ്റ് പാട്ടൊന്നും പാടിയിട്ടില്ല, പക്ഷെ അവരുടെ കൂടെ ആയിരുന്നു പാടുന്നുണ്ടായിരുന്നത്. അങ്ങനെ തൊട്ടിപ്പുറത്തെ സൈഡിൽ ഞാനും ആദ്യക്കൂട്ടനും കൂടി ഇരുന്നു. അവന് പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇത്തരം സംഭവങ്ങളൊന്നും കണ്ടിന്യൂസ്ലി ഇരുന്ന് ശീലമില്ലാത്ത ഒരാളായതുകൊണ്ട് കുറച്ചൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റോടേക്ക് ഇരുന്നു ആൾ. പിന്നെ ആൾക്കങ്ങ് എന്താ പറയുക, എപ്പോഴാണ് കഴിയുക എന്നുള്ള ഒരു ഇതായി, പിന്നെ വിശക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതായി. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എന്താ പറയുക, കുറേ നേരം ഇങ്ങനെ അവന് വയ്യായിരുന്നു, ജലദോഷവും ഒക്കെ ഉണ്ടായിരുന്നു, ചെറുതായിട്ട് ചൂടൊക്കെ ഉണ്ടായിരുന്നു മേല്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ആകെ മൊത്തത്തിലൊരു മൂഡില്ലാണ്ടാണ് ആളിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വന്നു, കുറച്ച് പരിചയമുള്ളവരെയൊക്കെ കണ്ടു, സംസാരിച്ചു. അത്യാവശ്യം അവർ പാടുമ്പോൾ നമ്മുടെ സീറ്റിലിരുന്ന് നമ്മൾ അത്യാവശ്യം പാടും. അങ്ങനെയൊക്കെ ഒരുവിധം കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 7 o'clock തുടങ്ങിയിട്ട് 9:30 ആയെന്ന് തോന്നുന്നു. നമ്മുടെ എന്താ പറയുക, ഈ ആരതിയൊക്കെ കഴിഞ്ഞ്, ദീപാരാധനയൊക്കെ കഴിഞ്ഞ്, പിന്നെ ഹരിവരാസനവും കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങുമ്പോഴേക്കും ഏകദേശം ഒരു വീടെത്തുമ്പോൾ ഒരു 10:30, 11 മുകളിൽ പോയിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം കേട്ടോ. എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ സമയം നോക്കിയിട്ടുണ്ടായിരുന്നില്ല, അതാണ് സത്യം. എന്തായാലും ആരതിയൊക്കെ കഴിഞ്ഞ്, ദീപാരാധനയൊക്കെ കഴിഞ്ഞ്, ഹരിവരാസനവും കഴിയുമ്പോൾ തന്നെ എന്തായാലും 9:30 ആയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാട്ടോ. അതിന് കുറേ നേരം കേട്ടോ നമ്മൾ താഴെ കഴിക്കാൻ പോയത്, അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം. അപ്പോൾ ആദ്യം കൂട്ടനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, കുറേ ലെങ്തിയിലായിട്ട് അവൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ പാട്ടിടാന്ന് വിചാരിച്ചിട്ട് എടുത്തത്, ആക്ച്വലി പിന്നെ എനിക്ക് തോന്നി ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും വേണ്ട. അപ്പോൾ എന്തായാലും അജുവിൻ്റെ മമ്മിക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ അവിടെ അയച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഭജനയുടെ അവസാനമായി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഇത്രയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞു, ഫുഡൊക്കെ അടിപൊളി പറയട്ടെ, ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, അടിപൊളി പൂജയായിരുന്നു. പിന്നെ എന്തായിരുന്നു, ഭജന അടിപൊളിയായിരുന്നു അല്ലേ, പ്രസാദം എല്ലാം അടിപൊളിയായിരുന്നു. ഗുഡ് നൈറ്റ്, സ്വാമി ശരണം.